എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല നാടൻ ചിക്കൻ പുരട്ട് ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപാര ടേസ്റ്റുള്ളൊരു ചിക്കൻ റെസിപ്പിയാണിത്. എല്ലാവരും വീഡിയോ കണ്ടു വന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചപ്പാത്തി, പൊറോട്ട, പത്തിരി ഇതിൻ്റെ കൂടെയെല്ലാം നല്ല കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ എടുത്തിട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലോട് കൂടി തന്നെയാണ് എടുത്തത്. ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ ഇറച്ചി മസാലപ്പൊടി ഏതെങ്കിലും ഒന്ന് മതി. പിന്നെ വേണ്ടത് ജീരകപ്പൊടിയാണ്. വലിയ ജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ച് യോജിപ്പിച്ചെടുക്കണം. ചിക്കൻ പീസിൽ മസാലകളെല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചെടുക്കണം. അതുകൊണ്ട് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് എന്നിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് മാറ്റി വെക്കുക. അപ്പോഴേക്കും നമുക്ക് ഇതുപോലുള്ള ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണയും ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുക. ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് ഞാൻ ചതച്ചെടുത്തത്. അത് ഈ വെളിച്ചെണ്ണയിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് വരുമ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തത് ചെറിയുള്ളിയാണ്. ഒരു 10 ചുള ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. വലിയ ചെറിയുള്ളിയാണ്, അതുകൊണ്ട് 10 എടുത്ത്, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 20 എണ്ണം വരെ എടുക്കുക. അത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആ ചെറിയുള്ളി ഇതുപോലെ നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവാള അരിഞ്ഞിട്ട് കൊടുക്കുക. നൈസായിട്ട് കട്ട് ചെയ്തതാണ് സവാള. ഒരു സവാളയാണ് ഞാനിവിടെ എടുത്തത്. വലുത് ആണെങ്കിൽ 1 എടുക്കുക, ചെറുതാണെങ്കിൽ 2 എടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കരിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് ഞാൻ ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ കണ്ടത്, അത് സ്കിപ്പായി പോയിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. നമ്മളിതിൽ തക്കാളി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ മാരിനേഷൻ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം മൂടി വെച്ചിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്ന് നോക്കിയിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കന് എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മൂടി വെക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ നല്ലതായിരിക്കും. ഈ സമയത്ത് ഇതിൽ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാരിനേഷൻ ചെയ്ത് വെച്ചപ്പോൾ ഉപ്പിട്ടിരുന്നു. പിന്നെ ഉള്ളി വഴറ്റുമ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി മൂടി വെച്ച് അത് കുക്കാകുന്നവരെ മൂടി വെക്കുക. ഇപ്പോൾ ചിക്കനൊക്കെ നല്ലതുപോലെ ഒന്ന് കുക്കായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതൊന്ന് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മൂടി തുറന്ന് വെച്ച് ഇതുപോലെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കണം. അപ്പോൾ അത്യാവശ്യം ഗ്രേവി വേണ്ടവർക്ക് അധികം വറ്റുന്നതിന് മുമ്പ് തന്നെ തീ ഓഫ് ചെയ്യാം. ചിക്കൻ വെന്തിട്ടുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്ത് നമുക്ക് ചൂടോടുകൂടി തന്നെ ഇത് ഉപയോഗിക്കാം. ഈ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തിയും പൊറോട്ട അല്ലെങ്കിൽ പത്തിരി ഏതിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. ഇതുപോലെ ചിക്കൻ ഉണ്ടാക്കി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കഴിക്കണം. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിക്കണം. ഇപ്പോൾ ഗ്രേവിയോ മസാലയൊക്കെ ചിക്കനിൽ പൊതിഞ്ഞ് കിട്ടുന്ന പാകമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ സെർവ് ചെയ്തു. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാൻ ഈ ചാനലിൽ ഇതുപോലുള്ള ഒരു വെറൈറ്റി റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്
തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.